തമിഴ്നാടൻ ആനന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല. എന്നാൽ അദ്ദേഹത്തിന് അഭിനയിച്ച ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. മുസാഫിർ. നമ്മുടെ ടൈഗർ സിനിമയിൽ സുദേവ് എന്ന് പറയുന്ന പോലീസുകാരനായിട്ട് വന്ന മുസാഫിർ എന്ന് പറയുന്ന വില്ലനായിട്ടൊക്കെ തകർപ്പൻ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ഒരു നടനാണ് അദ്ദേഹം. തമിഴിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ശേഷമാണ് മലയാളത്തിൽ വരുന്നത്. എന്നാൽ തമിഴിലെ ഒരു മുൻനിര നായകനാവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് ഒരു 2 മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് തമിഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. 87-ലാണ് ആനന്ദ് ആദ്യമായിട്ട് തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നത്. നമ്മുടെ അടിയൊഴുക്കുകൾ എന്ന് പറയുന്ന മലയാളത്തിലെ ഹിറ്റായ ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ റീമേക്കിലൂടെയാണ് അദ്ദേഹം വരുന്നത്. അതിൽ കാർത്തിക് ആയിരുന്നു അതിലെ പ്രധാന വേഷം. ആനന്ദും അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം 89-ൽ സത്യ എന്ന് പറയുന്ന കമൽഹാസന്റെ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയാണ്. ശരിക്കും പറഞ്ഞ ഒരു കൾട്ട് ഫോളോയിങ് കിട്ടിയൊരു സിനിമയാണ്. ആ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. പിന്നീട് അപൂർവ സഹോദരങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മണിരത്നത്തിന്റെ അഞ്ജലി എന്ന് പറയുന്ന സിനിമ 1990-ൽ ഇറങ്ങിയ അഞ്ജലി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെറിയൊരു വേഷമാണ്. പക്ഷെ അതൊരു ഒരു കാമുകനായിട്ടാണ്. അഞ്ജലി സിനിമയുടെ കഥ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന കുറെ ഫാമിലി, അവരുടെയൊക്കെ ഒരു ലൈഫൊക്കെയാണ്. അപ്പൊ അതിലൊരു കാമുകനായിട്ടാണ്, ഒരു കോളേജ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഒരു കാമുകനൊക്കെ ആയിട്ടും ഉള്ളൊരു ചെറിയൊരു സീനാണ്. ഇത് കഴിഞ്ഞ് മണിരത്നം അടുത്തത് വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു മണിരത്നം പ്ലാൻ ചെയ്തത്. ഒന്ന് ദളപതിയാണ്. ദളപതി കഴിഞ്ഞിട്ട് റോജ എന്ന് പറയുന്നത് രണ്ട് സിനിമകൾ പ്ലാൻ ചെയ്തു. ഇതിൽ ദളപതിയിൽ രജനീകാന്ത്, മമ്മൂട്ടി രണ്ടുപേരെയും കാസ്റ്റ് ചെയ്തിട്ട് അതിൽ നമുക്കറിയാം മഹാഭാരതത്തിന്റെ കഥയാണ്. ദുര്യോധനൻ, കർണൻ, പിന്നെ അർജുനൻ. ഈ അർജുനന്റെ ക്യാരക്ടറായിട്ട് അതിൽ രജനീകാന്തിന്റെ അനിയന്റെ ക്യാരക്ടറായിട്ട് ഒരു കളക്ടറുടെ ക്യാരക്ടറായിട്ട് ഈ പറയുന്ന ആനന്ദിനെ ഓഡിഷൻ ചെയ്തതാണ്. പക്ഷെ അന്ന് ഓഡിഷനൊക്കെ ചെയ്തതാണ് ആനന്ദിന്. പക്ഷെ അത് ആനന്ദിന് എന്തോ മണിരത്നത്തിന്റെ ആ ഒരു ക്യാരക്ടറായിട്ട് എന്താ പറയുക തൃപ്തി വന്നില്ല. ആ ഒരു ക്യാരക്ടർ ആനന്ദിന് ആപ്റ്റ് അല്ല എന്ന് തോന്നിയിട്ട് ആനന്ദിനെ അതൊന്ന് മാറ്റിയിട്ടാണ് നമ്മുടെ മലയാളിയായ ജയറാമേട്ടനെ നോക്കിയിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് മമ്മൂക്കിയാണ് ജയറാമേട്ടനെ വിളിച്ചത്. ജയറാമേട്ടൻ നമ്മുടെ മലയാളത്തിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ ചെയ്യണം. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ മണിരത്നത്തിന്റെ സിനിമയാണെന്ന് എനിക്ക് ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അവസരം എനിക്ക് കിട്ടില്ല എന്നൊക്കെ മമ്മൂക്ക പറഞ്ഞെങ്കിലും ജയറാമിന് പക്ഷേ മലയാളത്തിലെ കമ്മിറ്റ്മെന്റ്സ് കാരണം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ജയറാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നൊരു പക്ഷേ ജയറാം ഓൾറെഡി ഇവിടെ സ്റ്റാർ കൂടി ആയതുകൊണ്ട് മമ്മൂക്കയുടെ റെഫറൻസ് കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ജയറാം പറഞ്ഞാൽ ഞാൻ അത് അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ റോജയും കിട്ടിയേനെ, പക്ഷെ മിസ്സായി പോയി എന്നുള്ളത് ജയറാം പറഞ്ഞിട്ടുണ്ട്. ആനന്ദിനെ ഇതിനു ശേഷം റോജയിലേക്കും വേണ്ടി ആനന്ദിനെ ഓഡിഷൻ ചെയ്തതായിരുന്നു. ആനന്ദ് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ ആ റോജയിൽ ഓഡിഷൻ ചെയ്യാൻ പോയതും മണിരത്നം അതിലൊരു ഡയലോഗ് പറയിപ്പിച്ചതും അതെല്ലാം ഇപ്പോഴും അദ്ദേഹം ഓർത്തെടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മണിരത്നം പറഞ്ഞു ഇത് ഒരു വേറൊരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് വേണം, അത് നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിന് ആപ്റ്റ് അല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. പക്ഷെ മണിരത്നം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് വന്ന് തിരുട എന്ന് പറയുന്ന ഒരു സിനിമ. അന്ന് ആ ഒരു സിനിമ വലിയൊരു ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണ്. അന്ന് ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ പോലെ റോബറി, ഒരു ട്രെയിനിൽ കുറെ പണം കൊണ്ടുപോകുന്നത്, കൊള്ളടിക്കാൻ കുറെ ആൾക്കാർ വരുന്നതും, പിന്നെ 2 പോക്കറ്റ് അടിക്കാരായ 2 ഒരു ചെറിയ പയ്യന്മാര്, അവരുടെ ഒരു കഥയും അവരുടെ കൂട്ടത്തിലേക്ക് ഒരു പെണ്ണെത്തിപ്പെടുന്നതൊക്കെ ആയിരുന്നു ആ ഒരു സിനിമയിൽ. അന്ന് അപ്കമിങ് ആയിരുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ത്യാഗരാജന്റെ മകൻ പ്രശാന്ത് ഒരു വേഷം, ആനന്ദ് മറ്റൊരു വേഷം. ശരിക്കും ആ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ശരിക്കും ആനന്ദാണ് അതിലൊരു മെയിൻ. 2 ഹീറോസ് ഉണ്ടെങ്കിൽ അതിലൊരു മെയിൻ ഹീറോ എന്ന് വേണമെങ്കിൽ നമുക്ക് ആനന്ദിനെ പറയാം. പ്രശാന്ത് ഒരു അനിയനെ പോലെയാണ് അതിൽ ആനന്ദിന്റെ ഒരു ക്യാരക്ടർ. പക്ഷെ ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ശരിക്കും തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. പ്രശാന്തിന് അതിനുശേഷം ഒരുപാട് സിനിമകൾ കിട്ടി. പ്രശാന്ത് ഒരു 2003-ഓ 4-ഓ വരെയൊക്കെ അത്യാവശ്യം ഒരു ടോപ്പ് ലീഗിൽ ഹീറോസിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു പ്രശാന്ത്. പക്ഷെ ആനന്ദിന് പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ളൊരു ബ്രേക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അതിനുശേഷം പിന്നെ കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഉദയനാധാരം സിനിമയിൽ നമ്മൾ കണ്ടു, തൊമ്മന് മക്കൾ കണ്ടു, പിന്നെ ടൈഗർ, മുസാഫിർ കണ്ടു, കുറേ സിനിമകൾ വന്നു. ഈ അടുത്ത് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ ലാലേട്ടന്റെ കൂടെ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറാണ് ആനന്ദ്. എനിക്ക് തോന്നുന്നു മറ്റേ ക്യാരക്ടർ നിയാസ് എന്ന് പറയുന്ന നമ്മുടെ ക്ഷണക്കത്ത് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നിയാസ് ആണ് ചെയ്തത്. അപ്പോൾ ആനന്ദ് പറഞ്ഞു എനിക്ക് ആ ഒരു സിനിമ ചെയ്തു തുടങ്ങി കുറച്ച് എനിക്ക് വേണ്ടായിരുന്നു തോന്നി. കാരണം നമുക്കറിയാം അങ്ങനെ വലിയൊരു ലാലേട്ടനെ കൂടെ ത്രൂ റോളാണെങ്കിൽ അങ്ങനെ ഭയങ്കര പ്രാധാന്യമുള്ള അത് ആർക്കും ചെയ്യാവുന്ന റോളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കതൊരു എന്തോ തോന്നി, അത് വേണ്ട. പടം തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബിജു മേനോൻ വരെ പറഞ്ഞു എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു വലിയൊരു സ്റ്റാർ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റാർഡപ്പിലേക്ക് കയറി വന്ന് മണിരത്നത്തെ പോലത്തെ സിനിമയിൽ നായകനായിട്ട് പോലും ഇതുപോലത്തെ ഒരു ചെറിയ റോളൊക്കെ ചെയ്യാനുള്ള മടിയായിരിക്കും. അപ്പോൾ ഇന്നാലോചിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന റോജയും അല്ലെങ്കിൽ ദളപതിയിലൊക്കെ ഇദ്ദേഹമായിരുന്നു അഭിനയിച്ചിരുന്നെങ്കിലൊക്കെ അതൊരു എന്താ പറയുക അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ വലിയൊരു ഭാഗ്യമായനെ.
പക്ഷെ അങ്ങനെ എഴുതെങ്കിൽ ചിലപ്പോൾ നമുക്ക് അരവിന്ദ് സ്വാമി എന്ന് പറഞ്ഞ നടനെ നമുക്ക് ചിലപ്പോൾ ലഭിക്കില്ലായിരിക്കാം. എന്തായാലും ഈ പറഞ്ഞ പോലെ ആനന്ദ് എന്ന് പറഞ്ഞ നടന്റെ അഭിനയവും നടന്റെ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ സത്യ എന്നുള്ള സിനിമ ഞാൻ കുറെ മുമ്പ് കണ്ടതാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് അതിനെക്കുറിച്ച് ഒന്ന് അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യുക.